ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. വെള്ളം കൂടിയതോടെ ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണം നിർത്തിവെച്ചു. ഓങ്ങല്ലൂർ ചെങ്ങണാംകുന്ന് റെഗുലേറ്റർ തുറന്നതോടെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയത്. ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തടയണയുടെ 85% പണിയും പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ വെള്ളം കൂടിയതോടെ പണി നിർത്തിവച്ചിരിക്കുകയാണ്. ഓങ്ങല്ലൂർ ചെങ്ങണാംകുന്ന് റെഗുലേറ്റർ തുറന്നതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമാകാൻ കാരണമായത്. 2-3 ആഴ്ച കൊണ്ട് തീർക്കാനുള്ള പണി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. എന്നാൽ മഴ നേരത്തെ എത്തിയതും തിരിച്ചടിയായി. മഴ തുടങ്ങുന്നതിന് മുൻപ് തീർക്കാൻ പാകത്തിലായിരുന്നു പണി പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇനിയും മഴ ശക്തി പ്രാപിച്ചാൽ പണി തുടരാൻ പിന്നെ മാസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരും. തൃത്താല, പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളിലെ വേനലിലെ വെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാണ് ഭാരതപ്പുഴയുടെ കീഴായൂർ നമ്പ്രം ഭാഗത്ത് തടയണ നിർമ്മിക്കുന്നത്. പണി പൂർത്തിയാകുന്നതോടെ പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിലെയും വേനലിലെ ജലക്ഷാമത്തിന് പരിഹാരമാകും. പട്ടാമ്പി നഗരസഭയുടെ നിർദ്ദിഷ്ട സമഗ്ര ശുദ്ധജലം പദ്ധതിക്ക് കൂടി പ്രയോജനം ചെയ്യുന്നതാണ് തടയണ. കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ തടയണയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. നബാർഡ് ഫണ്ടിൽ 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയ്ക്ക് 28 ഷട്ടറുകൾ ഉണ്ടാകും. ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്താനാകും. 35.5 കോടി രൂപയുടെ അനുമതിയാണ് നബാർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 2021-ലാണ് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. നഗരസഭാ പരിധിയിലെ ശുദ്ധജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7.4 കോടി രൂപ ചെലവിൽ പുതിയ ജലസംഭരണിയും ശുദ്ധീകരണശാലയടക്കമുള്ള പദ്ധതിക്കും വെള്ളം ലഭ്യമാകുന്ന പദ്ധതി കൂടിയാണ് തടയണ. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പി, തൃത്താല നിയോജക മണ്ഡലങ്ങളിലെ പുഴയോരത്തെ 6 പാടശേഖരങ്ങളിലെ 947 ഹെക്ടർ സ്ഥലത്ത് 2 വിള നെൽകൃഷിക്കും വേനൽക്കാലത്ത് പച്ചക്കറി കൃഷിക്കും ജലസേചന സൗകര്യവും ഉണ്ടാകും. കീഴായൂർ, ആര്യമ്പാടം, കൊണ്ടൂർക്കര, ഞാങ്ങാട്രി, തിരുമറ്റക്കോട്, രായമംഗലം എന്നീ പാടശേഖരങ്ങൾക്കാണ് തടയണയുടെ പ്രയോജനം ലഭിക്കുക. എന്നാൽ മഴക്കാലത്തിനു മുൻപ് പദ്ധതി പ്രദേശത്തെ മണലും ചെളിയും നീക്കണമെന്ന ആവശ്യവും മഴയ്ക്ക് മുൻപ് നടത്താനായില്ല. ഇറിഗേഷൻ വകുപ്പ് ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും റവന്യൂ വകുപ്പ് നടപടികൾ പൂർത്തീകരിക്കാത്തതാണ് മണ്ണും മണലും നീക്കാൻ തടസ്സമായത്.